ഗുഡ് ഈവനിങ് പി കെ നവാസ്. എങ്ങനെയുണ്ടായിരുന്നു ഈ വോട്ടെടുപ്പിനൊക്കെ ശേഷമുള്ള ദിവസങ്ങൾ? യാത്രയൊക്കെ പോയെന്ന് തോന്നുന്നു, അതിന്റെ വീഡിയോ ഒക്കെ ഞങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടിരുന്നു. മീൻ പിടിക്കുകയൊക്കെ ആയിരുന്നെന്ന് തോന്നുന്നു അല്ലേ? എന്തായാലും ചിരിയുണ്ട്, സന്തോഷം. വല്ലതും ചൂണ്ടയിൽ കൊത്തിയോ? ചെറിയ ചെറിയ യാത്രകളാണ്, നാളെ പൊട്ടിച്ചിരിക്കാനുള്ളതല്ല, അതിന്റെ ചിരിയാണ്. ഞങ്ങൾ ഈ മലപ്പുറത്തെ നമ്മുടെ മുബഷീർ കുറെ വിഷ്വലൊക്കെ കാണിച്ചു തരുമായിരുന്നു. പലരും വലിയ ബിരിയാണിയൊക്കെ വെക്കാനുള്ള സെറ്റപ്പാണ്. ഒപ്പം എന്തായിരുന്നു നാസിക് ഡോൾ DJ 5000 പേർക്ക് ഒരു നാടിന് മൊത്തത്തിൽ ബിരിയാണി കൊടുക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞു. അതിപ്പോ മലപ്പുറത്തിന്റെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മണ്ഡലത്തിന്റെ അല്ലെങ്കിൽ മലപ്പുറം ജില്ലയുടെ മാത്രം വിജയം പ്രതീക്ഷ കൊണ്ടായിരിക്കില്ലല്ലോ അല്ലെ? കേരളം മൊത്തം തൂക്കിയെടുക്കും UDF എന്നുള്ളൊരു പ്രതീക്ഷയിൽ തന്നെയല്ലേ ബിരിയാണി നവാസേ? തീർച്ചയായും ഞാനത് നിങ്ങളുടെ വാർത്ത നേരത്തെ കണ്ടു. നിങ്ങൾ ബിരിയാണി ഇപ്പോ വെച്ച് കഴിഞ്ഞിട്ട് തോറ്റു കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നുള്ള നിങ്ങളുടെ ആശങ്കയെ ഞാൻ കേട്ടു. ഞങ്ങൾക്കൊരിക്കലും ആശങ്ക ഇല്ലാത്തത് കൊണ്ടാണ് 5000 പേർക്ക് ബിരിയാണി വെക്കാനൊക്കെ ഞങ്ങൾ തയ്യാറായത്. എന്തായാലും 10 വർഷം കേരളത്തിലെ ജനത, പ്രത്യേകിച്ച് UDFന്റെ പ്രവർത്തകന്മാർ ഞങ്ങൾ കാത്തിരിക്കുകയായിരുന്നു ഒരു മാറ്റത്തിന് വേണ്ടി. അത് സാധ്യമാകുമെന്ന 100% വിശ്വാസത്തിലാണ് നാളത്തെ പകലിന് വേണ്ടി തയ്യാറാവുന്നത്. അല്ല, ബിരിയാണി അല്ലേ, അതിപ്പോ തോറ്റാലും ജയിച്ചാലും ഒരു ഇഷ്യൂ ആക്കണ്ട എന്നാണ് നമ്മുടെ ഒരു പൊതു അഭിപ്രായം. പക്ഷെ അതിനപ്പുറത്തേക്ക് തൂത്തുവാരും തദ്ദേശത്തിന്റെ ഒരു പാറ്റേണിൽ ഇത്തവണ നിയമസഭയിലും എന്ന് തന്നെയാണ് ലീഗിന്റെ എല്ലാ നേതാക്കളുടെയും ആത്മവിശ്വാസം. തീർച്ചയായും കേരളത്തിൽ ഐക്യ ജനാധിപത്യ മുന്നണി നേതൃത്വം കൊടുക്കുന്ന ഒരു ഭരണം ഉണ്ടാകും. UDFന് ഒരു മുഖ്യമന്ത്രി ഉണ്ടാകും. 10 വർഷക്കാലത്തിന് ശേഷം കേരളത്തിൽ ഒരു ഭരണമാറ്റം ഉണ്ടാകും. അത് ത്രസിപ്പിക്കുന്ന ഏറ്റവും മിന്നുന്ന വിജയമായിരിക്കും. പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയിൽ അതിന്റെ പാരമ്പര്യത്തിൽ അതെത്തും. ഈ നവാസ് ഈ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചപ്പോ ഒന്ന് ഞെട്ടിയോ? കാരണം ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇത്ര പെട്ടെന്ന് ഒരു സ്ഥാനാർത്ഥിയാകുമെന്ന് കരുതിയോ? എങ്ങനെയുണ്ടായിരുന്നു ആ എക്സ്പീരിയൻസ്? അല്പം വൈകി പോയെങ്കിലേ ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെയല്ലല്ലോ, MSF നേരിട്ടൊക്കെ സ്ഥാനാർത്ഥി വരുന്നത് ആദ്യമായിട്ടായിരിക്കില്ലേ നവാസേ? തീർച്ചയായും ഞങ്ങളെ സംബന്ധിച്ച് ഇത്തവണ ബഹുമാനപ്പെട്ട സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പാർട്ടിയുടെ അധ്യക്ഷ പദവി ഏറ്റെടുത്ത ശേഷം മുൻകാല അധ്യക്ഷന്മാർ ചെയ്ത പോലെ തന്നെ അതത് കാലത്തിന്റെ ചുവരെഴുത്തുകൾ വായിച്ചാണ് സംഘടനയെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പുതിയ കാലം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ ന്യൂസ് റൂമിൽ ഇരിക്കുന്ന നിങ്ങളുടെ 4 പേരും ഇരിക്കുമ്പോൾ നിങ്ങളുടെ ഒരു ചുറുചുറുപ്പും ഒക്കെ നമുക്കറിയാലോ. അപ്പൊ പുതിയ കാലം ചെറുപ്പത്തെ ആവശ്യപ്പെടുന്നു, യുവത്വത്തെ ആവശ്യപ്പെടുന്നു, മാറ്റം ആവശ്യപ്പെടുന്നു എന്ന് പറയുന്ന ഒരു കാലത്ത് ഞങ്ങളുടെ സ്ഥാനാർത്ഥി ലിസ്റ്റും അതിനനുസരിച്ച് മാറുന്നുണ്ട്. അത് മാറ്റാൻ ബഹുമാനപ്പെട്ട സാദിഖ് അലി ശിഹാബ് തങ്ങളും കുഞ്ഞാലിക്കുട്ടി സാഹിബും PM സലാം സാഹിബും ഒക്കെ നേതൃത്വം കൊടുത്തപ്പോൾ സത്യത്തിൽ അപ്രതീക്ഷിതമായിട്ടാണ് MSFന്റെ ഒരു പ്രസിഡന്റ് എന്ന രീതിയിൽ സ്ഥാനാർത്ഥി ലിസ്റ്റിലേക്ക് വരുന്നത്. കേരളത്തിൽ അങ്ങനെ പതിവില്ലാത്തതാണ്. ഞങ്ങൾക്ക് നവാസിന്റെ ആ കരുത്തുറ്റ ചുറുചുറുക്കുള്ള വാദങ്ങളൊക്കെയും കേട്ടുകാണ് നേതാക്കൾ. പിടിച്ചു നിൽക്കാൻ വേണ്ടി അത്തരം വാദങ്ങൾ ഉന്നയിക്കണല്ലോ, ഇറങ്ങി പോയിക്കൂടാലോ. പ്രത്യേകിച്ച് നമ്മളിപ്പോ ഈ യുവാക്കളോട് ഇങ്ങനെ സംസാരിച്ചു വരുമ്പോഴേ അതിൽ പല സാധ്യതകളും നമ്മളിങ്ങനെ പരിശോധിക്കുകയായിരുന്നു. ഇപ്പോൾ മന്ത്രിസഭയിലേക്കൊക്കെ എത്ര പേര്? അപ്പൊ നേരത്തെ ഞങ്ങളുടെ റിപ്പോർട്ടർ ഒരു അനലിറ്റിക്കലായി പറയുന്നുണ്ടായിരുന്നു, ഇപ്പോൾ 5 മന്ത്രിമാരുണ്ടെങ്കിൽ അതിലൊന്ന് യുവാവിന് കിട്ടുമല്ലോ എന്നുള്ളത്. അപ്പൊ അതിലൊന്ന് പി കെ നവാസ് ആവാൻ സാധ്യതയുണ്ട്. നാളത്തെ ബിരിയാണിയാണ് ഞാൻ അറിയാഞ്ഞിട്ട് ചോദിക്കാം. നിങ്ങൾ 3 പേരും കൂടി ഇവിടുന്ന് ബിരിയാണി വിളമ്പി കൊടുക്കാൻ നവാസ് എന്ന് പറഞ്ഞിട്ടുണ്ടോ? വന്നപ്പോ തുടങ്ങിയതാണല്ലോ. എന്താ നവാസ, ഇവിടെ വല്ല കൈക്കൂലി കൊടുത്തിട്ടാണോ വന്നത്? ഞാൻ മന്ത്രിസഭയിലേക്ക് കൺഗ്രാറ്റുലേഷൻസും പറഞ്ഞു. ഞങ്ങളെ പാർട്ടിക്ക് ഒരു പ്രത്യേകത ഉണ്ട്. നിങ്ങൾ ചാനലുകൾ എന്ത് ചർച്ച ചെയ്താലും പുറത്താരെന്ത് ചർച്ച ചെയ്താലും അന്തിമമായ തീരുമാനം പാണക്കാടിന്റെ ഒരു പ്രഖ്യാപനം ഉണ്ടാവും. ആ പ്രഖ്യാപിക്കുന്ന വരെയുള്ള ചർച്ചകൾക്ക് എല്ലാവർക്കും സ്വാതന്ത്ര്യമുണ്ട്. അതുകൊണ്ട് ഞാൻ ഉൾപ്പെടെയുള്ള ആളുകളുടെ പേര് രൂപീകരിക്കുന്ന വരെ ചർച്ച ചെയ്യാനുള്ള അവകാശം നിങ്ങൾക്ക് ഉണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്നാലും നമുക്ക് സാധ്യതകളൊക്കെ പറയാമല്ലോ. ഇപ്പോ ആഗ്രഹങ്ങൾ എപ്പോഴും പ്രകടിപ്പിക്കാൻ പറ്റുന്ന ഒരു സമയമാണല്ലോ. ഇപ്പോൾ ചരിത്രത്തിൽ ആദ്യമായി സ്ഥാനാർത്ഥി പട്ടികയിൽ വനിതകൾ ഇടം നേടിയ ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അപ്പൊ ചോദിക്കട്ടെ, അങ്ങനെ ഒരു വലിയ വിജയമൊക്കെ കാഴ്ചവെച്ച് കഴിഞ്ഞാൽ ഒരു ലീഗിനൊരു വനിതാ മന്ത്രിയൊക്കെ പ്രതീക്ഷിക്കാമോ നവാസേ? തീർച്ചയായും. ചരിത്രത്തിൽ ആദ്യമായിട്ടല്ല, ചരിത്രത്തിൽ 2ാം തവണയാണ്. ആദ്യം ഞങ്ങൾ സ്ഥാനാർത്ഥി പട്ടികയിലായിരുന്നു. ഇത്തവണ ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ചരിത്രത്തിൽ ആദ്യമായി, 2 വനിതകൾ സ്ഥാനാർത്ഥി പട്ടികയിൽ ആദ്യമായിട്ടാണ് എന്നതാണ് നിങ്ങളുടെ കൗതുകം എങ്കിൽ ഞാൻ കുറച്ചുകൂടി കടന്നു പറയാണ്. 2 വനിതകൾ നിയമസഭയിൽ എത്തുന്ന ഒരു കാലമായിരിക്കും മുസ്ലിം ലീഗിനെ സംബന്ധിച്ച് കാലം എന്നുള്ള ആത്മവിശ്വാസമാണ് ഞങ്ങൾക്കുള്ളത്. കൂത്തുപറമ്പ് വമ്പൻ വെല്ലുവിളിയാണല്ലോ. പേരാമ്പ്രയും അല്ല, അതായത് അവർക്ക് ഏറെക്കുറെ കൂത്തുപറമ്പും പേരാമ്പ്രയും രണ്ടും വെല്ലുവിളിയാണ്. വെല്ലുവിളി ഏറ്റെടുക്കാൻ പറ്റുന്നതാണ് ഞങ്ങൾ. അതെ, കൂത്തുപറമ്പും പേരാമ്പ്രയും ഞങ്ങൾ ഊന്നുകയാണ്. 2 പേരും ഞങ്ങൾക്ക് 2 വനിതാ സ്ഥാനാർത്ഥികൾ നിയമസഭയിൽ, വനിതാ MLA-മാർ നിയമസഭയിൽ ഉണ്ടാവും. ഇനി നിങ്ങൾ പറഞ്ഞ പോലെ വനിതകൾ മന്ത്രിയാവോ ചെറുപ്പക്കാർ മന്ത്രിയാവോ എന്നൊക്കെ പറഞ്ഞ പോലെ അതിൽ ബിരിയാണിയാണല്ലോ നിങ്ങളുടെ ചർച്ച ആരംഭിച്ചത്. സലീംകുമാർ പറഞ്ഞ പോലെ ഒരു ബിരിയാണി എങ്ങാനും കൊടുത്താലോ എന്നുള്ളതിലേക്ക് എല്ലാവർക്കും ആഗ്രഹിക്കാം.
അവസാനം ഒരു പ്രഖ്യാപനം ഉണ്ടാവും, അത് അവസാനിപ്പിക്കേണ്ടതാണ്. നവാസെ അതെ അത് നവാസിനെ കുഴപ്പത്തിലാക്കണ്ട പാവം കേട്ടോ. ഏതായാലും നവാസ് ഈ ഒരു കരുതലാണല്ലേ. അതെ ഒരു കാര്യം, ഇപ്പോ UDF എന്താണെങ്കിലും ഇത്തവണ ഒരു 100 സീറ്റ് വരെയൊക്കെ പ്രതീക്ഷിക്കുന്ന ഒരു തരംഗമാണെങ്കിൽ 100ഒക്കെ പോവാം, അല്ലെങ്കിൽ ഒരു 80-85. അപ്പൊ അതിൽ 16 മലപ്പുറത്ത് കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷയാണ്. പക്ഷേ കഴിഞ്ഞ തവണ ഇവിടെ KT ജലീലാണെങ്കിലും വി അബ്ദുറഹ്മാൻ ആണെങ്കിലും പൊന്നാനി ആണെങ്കിലും ഒക്കെ ഇടതിനൊപ്പം പോയതാണ്. ഇത്തവണ 16 UDF-നൊപ്പം നിൽക്കുമെന്ന് ഉറപ്പിക്കാമോ? തീർച്ചയായും ഇപ്പൊ കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ പാർട്ടി വളരെ കൃത്യമായി കണക്കെടുത്തിട്ട് പറഞ്ഞല്ലോ, മലപ്പുറം ജില്ലാ പഞ്ചായത്തിൽ പ്രതിപക്ഷം ഉണ്ടാവില്ല. ജില്ലാ മുസ്ലിം ലീഗ് കമ്മിറ്റി വളരെ കൃത്യമായി അത് പറഞ്ഞു. ഞങ്ങൾ വളരെ കണക്കിന്റെ അടിസ്ഥാനത്തിൽ അത് പറഞ്ഞത്. അത് മാത്രമല്ല, ഞങ്ങൾ പറഞ്ഞു ഗ്രാമപഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ 95% പഞ്ചായത്ത് ഞങ്ങൾ ഭരിക്കുകയാണ്. മലപ്പുറം ജില്ലയിൽ ഞങ്ങൾ ഇന്ന് ആരംഭിച്ചതല്ല, നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് സമയം മുതൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഒരുക്കങ്ങൾ ആരംഭിച്ച ഒരു ജില്ലയാണ് മലപ്പുറം ജില്ല, മറ്റു ജില്ലകളെ പോലെ തന്നെ. അതുകൊണ്ട് 16 സീറ്റും നിങ്ങൾ പറഞ്ഞ പൊന്നാനിയും നിങ്ങൾ പ്രതീക്ഷിക്കുന്ന തവനൂരും ജനങ്ങൾ ഉറ്റുനോക്കുന്ന തിരൂരും താന്നൂരും ഉൾപ്പെടെ മുഴുവൻ മലപ്പുറം ജില്ലയിലെ 16 സീറ്റിലും ഇത്തവണ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ വിജയഗീതം മുഴങ്ങും എന്ന കാര്യത്തിൽ തർക്കമില്ല. അനൗൺസ്മെന്റ് കാര്യം, ലീഗിൽ ഏറ്റവും ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള നിങ്ങളുടെ ഒരു നേതാവാര, അതായത് നിങ്ങളുടെ ഈ പിള്ളേർ ഗ്രൂപ്പിന്റെ കാര്യമല്ല കേട്ടോ പറഞ്ഞത്, ഏറ്റവും ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള നേതാവ് നിങ്ങൾക്ക് ഒരാൾ ചൂണ്ടിക്കാണിക്കാൻ പറ്റുന്ന ആരെയാണ്? തീർച്ചയായും ഞങ്ങളെ സംബന്ധിച്ച് പാർട്ടിയുടെ എക്കാലത്തും പാർട്ടിക്ക് തിരഞ്ഞെടുപ്പുകളൊക്കെ നേതൃത്വം കൊടുത്ത് അതിനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കുഞ്ഞാലിക്കുട്ടി സാഹിബ് തന്നെയാണ് ഏറ്റവും ഹാർഡ് വർക്ക് ആയിട്ടുള്ള നേതാവായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. നിങ്ങൾ ശ്രദ്ധിച്ചോന്നറിയാം, നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കേണ്ട, ഒരു ദിവസത്തെ 2 ദിവസമായിട്ട് അദ്ദേഹം ഉപയോഗിക്കാം. അതിരാവിലെ എണീറ്റ് ഉച്ചവരെ ആകുമ്പോഴേക്കും നമ്മൾ സാധാരണ രാഷ്ട്രീയ പ്രവർത്തകന്മാരൊക്കെ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ആദ്യ ദിവസം അദ്ദേഹം പൂർത്തീകരിച്ച് കഴിഞ്ഞിട്ടുണ്ടാവും. ഇപ്പൊ ഇന്ന് എനിക്കുണ്ടായ അനുഭവം, ഇന്ന് 2 തവണ അദ്ദേഹം എന്നെ ഫോണിൽ വിളിച്ച സമയത്ത് അദ്ദേഹം പറഞ്ഞത് നമ്മൾ ജയിക്കും ഉറപ്പാണ്, പിന്നെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവരുത്, എല്ലായിടത്തും ശ്രദ്ധിക്കണം, പിന്നെ നമ്മുടെ തിരിച്ചു പിടിക്കുന്ന ഒരു മണ്ഡലം എന്നുള്ള നിലക്ക് കാര്യങ്ങൾ വളരെ ഭംഗിയായിട്ട് പോകണം, നാളത്തെ ആഹ്ലാദ പ്രകടനത്തിൽ ഒരു കൺട്രോൾ ഉണ്ടാകണം, അത്രയും കെയർ ചെയ്തുകൊണ്ട് നാളെ ഞങ്ങളൊക്കെ ആഗ്രഹിക്കുന്നത് പെട്ടി പൊട്ടിച്ച് ജയിക്കുമ്പോൾ ആ സംഖ്യ എത്രയാണെന്ന് അറിയാൻ ആവേശത്തിൽ കാത്തിരിക്കുമ്പോൾ അദ്ദേഹം തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന ഒരു സ്ഥാനാർത്ഥി ആയിട്ട് കൂടി പാർട്ടിയുടെ 27 മണ്ഡലങ്ങളുടെയും പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ച ഒരാളെന്ന രീതിയിൽ അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ ആലോചന നാളെ കേരളത്തിൽ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ പ്രശ്നങ്ങളില്ലാതെ നാളത്തെ സായാഹ്നം പൂർത്തീകരിക്കണമെന്നതാണ്. അപ്പോൾ ഹാർഡ് വർക്കിംഗ് മാത്രമല്ല, ലീഗുകാരെ മാത്രമല്ല, കേരളത്തെ കെയർ ചെയ്യാൻ കഴിയുന്ന ഒരു നേതാവ് കൂടി ഞങ്ങൾക്ക് ഉണ്ട് എന്ന അഭിമാനത്തിലാണ് ഞങ്ങളുള്ളത്. നവാസിന് പക്ഷേ മണ്ഡലത്തിൽ അത്ര വലിയ വെല്ലുവിളി ഉണ്ടായി എന്ന് എനിക്ക് തോന്നുന്നില്ല. എങ്ങനെ ഈ പറയുന്ന മത്സരത്തിന് ടിക്കറ്റ് കൊടുക്കുമ്പോൾ നിയമസഭയിലേക്കാണ് ടിക്കറ്റ് എന്നാണല്ലോ പറയാ. പക്ഷെ വിനീത, നമുക്ക് പി.കെ. നവാസ് വന്ന സ്ഥിതിക്ക് പി.കെ. നവാസിന് കൂടി പറയാൻ താല്പര്യമുള്ള ഒരു വിഷയത്തിൽ കൂടെ പ്രതികരണം ചെയ്യണം അല്ലേ? ചോദിക്കണം. പക്ഷെ അതിനു മുൻപ് നവാസെ, ഞാൻ ഈ ചോദിച്ചു വന്നതേ, ആ മണ്ഡലത്തിൽ വലിയ വെല്ലുവിളി ഉണ്ടായിരുന്നോ? എന്താണ് തോന്നിയത് ഈ പ്രചാരണ സമയത്തൊക്കെ? നമ്മൾ ഈ യുവാക്കളുടെയൊക്കെ പ്രതികരണം എന്തായിരുന്നു ചോദിക്കുന്നുണ്ടായിരുന്നു എല്ലാവരോടും. എന്താണ് ആ മണ്ഡലത്തിന്റെ ഒരു പൾസ് കിട്ടിയത് നവാസ്? തീർച്ചയായും മണ്ഡലത്തിൽ പിന്നെ ഞങ്ങൾ വളരെ മനോഹരമായ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടുണ്ട്. സ്ഥാനാർത്ഥി പ്രഖ്യാപനം മുതൽ UDF-ന് ഒരു എഡ്ജ് ഉണ്ടായിരുന്നു. ആ എഡ്ജ് അവസാനം വരെ നിലനിർത്താൻ വേണ്ടി കഴിഞ്ഞു. പക്ഷേ അത് എളുപ്പമായിരുന്നോ, ഈസി വാക്ക് ഓവർ ആയിരുന്നോ ചോദിച്ചാൽ ഞങ്ങൾ ഉത്തരം ഒട്ടും എളുപ്പമല്ല, ഒട്ടും ഈസി വാക്ക് ഓവർ അല്ല. ജനാധിപത്യത്തെ അതിൻ്റെ എല്ലാ മര്യാദകളോട് കൂടി സമീപിക്കണമെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. അതുകൊണ്ട് അവസാനത്തെ വോട്ടറുടെ വോട്ടും പെട്ടിയിൽ വീണ് അത് ജനാധിപത്യ പ്രക്രിയയിൽ എണ്ണി പ്രഖ്യാപിക്കുന്നത് വരെ ജനാധിപത്യത്തെ മാനിക്കണം എന്നതുകൊണ്ട് ഒരു തെരഞ്ഞെടുപ്പും ഈസി വാക്ക് ഓവർ അല്ല, ഒരു തെരഞ്ഞെടുപ്പ് എളുപ്പമുള്ളതല്ല. ജനാധിപത്യത്തെ മാനിച്ചുകൊണ്ട് എല്ലാ കഠിനാധ്വാനവും ചെയ്യേണ്ടതാണ് തെരഞ്ഞെടുപ്പ്. ആ അർത്ഥത്തിൽ നിരന്തരമായ കഠിനാധ്വാനം ചെയ്ത് തന്നെയാണ് കഴിഞ്ഞ 1 മാസക്കാലം ഈ മണ്ഡലത്തിൽ ഞങ്ങൾ ഉണ്ടായത്. പരമാവധി ഒരു ദിവസം രാവിലെ 5 മണിക്ക് ഇറങ്ങി വൈകുന്നേരം നമുക്കൊരു തീരുമാനം പറയാൻ കഴിയില്ല എന്നുള്ളതാണ്. അപ്പൊ ഇപ്പൊ ഈ UDF-ൽ നടക്കുന്ന UDF വിജയം ഉറപ്പിച്ചു കഴിഞ്ഞു. ഈ മുഖ്യമന്ത്രി ചർച്ചയിൽ പാണക്കാട് തങ്ങളൊക്കെ അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞു. അതായത് ജനവികാരം അത് VD സതീശനൊപ്പം ആണെന്ന് തോന്നുന്നു. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ VD സതീശനൊപ്പം. അതോടൊപ്പം യൂത്ത് ലീഗിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ സതീശന് പിന്തുണയും പ്രഖ്യാപിച്ചു. വേണമെങ്കിൽ നവാസിന് ഒരു അഭിപ്രായം പറയാം. 2 കാര്യമാണല്ലോ സൂചിപ്പിക്കാനുള്ളത്. ഒന്ന്, ഈ അഭിപ്രായം എങ്ങനെ പറയുന്നു എന്ന് ചോദിച്ചാൽ ജനവികാരം എതിരാണോ എന്ന് പറയുന്നത് ഞങ്ങൾ സ്ഥാനാർത്ഥികൾ ഉൾപ്പെടെ ഗ്രൗണ്ടിൽ ഇറങ്ങുമ്പോൾ ഞങ്ങൾക്കറിയാം. ആളുകൾ പറയുന്നുണ്ട് ഇത്തവണ നിങ്ങൾക്കാണ് വോട്ട്, ഒരു തവണ ഞങ്ങൾ UDF-ന് വോട്ട് ചെയ്യും എന്നൊക്കെ പറഞ്ഞാൽ അത് ഈ സർക്കാരിന് സ്ഥിരമായി വോട്ട് ചെയ്തിരുന്ന ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യുന്ന ആളുകളുടെ വോട്ട് ഞങ്ങൾക്ക് അനുകൂലമായി വരുന്നു. ആ അർത്ഥത്തിൽ കേരളത്തിൽ വലിയ ഭൂരിപക്ഷത്തിൽ ഞങ്ങൾ ജയിച്ചു വരാൻ കഴിയുമെന്ന് ഞങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി കഴിയും. ആ കാൽക്കുലേഷൻ അടിസ്ഥാനത്തിലാണ് പറയുന്നത്. പിന്നെ സാദിഖ് അലി ശിഹാബ് തങ്ങൾ മുഖ്യമന്ത്രിയെ പ്രഖ്യാപിച്ചു എന്ന് പറയുന്നത് നിങ്ങളുടെ മാധ്യമങ്ങളുടെ സൃഷ്ടി മാത്രമാണ്. അദ്ദേഹത്തിന്റെ പ്രതികരണം നിങ്ങളും കേട്ടതാണ്, ഞാനും കേട്ടതാണ്. നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന് വളരെ പോസിറ്റീവായൊരു പ്രതികരണം. ആ ചോദ്യത്തിന് VD സതീശൻ സാറിന് പകരം പിന്നെ നമ്മുടെ
മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയുടെ പേരായിരുന്നെങ്കിലും അതല്ലെങ്കിൽ KC വേണുഗോപാലിന്റെ പേരായിരുന്നെങ്കിലും മറ്റാരുടെയെങ്കിലും പേരായിരുന്നെങ്കിലും അതേ ഉത്തരേ അദ്ദേഹം പറയുമായിരുന്നുള്ളൂ. കാരണം ശരി. അദ്ദേഹം വളരെ പോസിറ്റീവായി സംസാരിക്കുന്ന അതാണ് ഒരാളാണ്. നവാസും ഒരാളെ മറ്റൊരു കുറിച്ചും ഉത്തരം അങ്ങനെ പറയുന്നത് നമ്മൾ മോശമായി പറയേണ്ടതില്ല. പ്രതീക്ഷിക്കുന്നില്ല. നവാസേ, അവരെ പ്രതീക്ഷ നേരത്തെ നഷ്ടപ്പെടുത്ത മണ്ഡലത്തിൽ ഒട്ടും ഈസി വാക്ക് ഓവർ അല്ല എന്ന് പറഞ്ഞു. പല കാര്യങ്ങളും ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ ഒരു ഓഡിയോ വന്നത് ഞങ്ങൾ കേൾക്കുകയായിരുന്നു. ഈ പഴയ വിവാദങ്ങളൊക്കെ വീണ്ടും കുത്തിപ്പൊക്കി വരുന്ന ഒരു സാഹചര്യം ഉണ്ടോ? അത്തരം പ്രശ്നങ്ങൾ കൂടി ഉണ്ടായിരുന്നു. നവാസിനെ വേട്ടയാടി എന്നൊക്കെയാണ് പറയുന്നത്. അതെ. അത് ഈ ചോദ്യത്തിനാണ് മാധു നേരത്തെ ഒരു ഇൻട്രോ പറഞ്ഞു തോന്നുന്നു. നവാസ് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു ചോദ്യം കൂടി ഞങ്ങൾ ചോദിക്കട്ടെ എന്ന് പറഞ്ഞെന്ന് തോന്നുന്നു. എന്തായാലും ഞാനൊരു കാര്യം പറയാം. അങ്ങനെ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു ചോദ്യമല്ല. കഴിഞ്ഞ 4.5 കൊല്ലമായി നിങ്ങളെ ചാനലുകൾ ഇടയ്ക്കിടെ ഈ വാർത്തകൾ ഇങ്ങനെ ചെയ്യാറുണ്ട്. അതിനെക്കുറിച്ച് ഇന്ന് വരെ ഒരു അക്ഷരം ഞാൻ എൻ്റെ ഭാഗത്ത് നിന്ന് പ്രതികരിച്ചിട്ടില്ല. 32 ചാനൽ ചർച്ചകൾ നടന്നിട്ടുണ്ട്, ഒരു പ്രതികരണമില്ല. അത് പിന്നെ അതുമായി ബന്ധപ്പെട്ട് മറുപടികളില്ലാത്തത് കൊണ്ടോ അതുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കാൻ താല്പര്യമില്ലാത്തത് കൊണ്ടോ അല്ല. കൃത്യമായി ഞാൻ പറയാം. ബഹുമാനപ്പെട്ട പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ, ഞാൻ പാർട്ടിയുടെ അധ്യക്ഷൻ, ഈ വിഷയത്തിൽ ഒരു ഫുൾ സ്റ്റോപ്പ് ഇട്ടതാണ്. നിരപരാധിയാണ് എന്ന 100% ബോധ്യത്തിൽ തന്നെ ഞാൻ പറയാണ്. ആ ഫുൾ സ്റ്റോപ്പ് ഇട്ടതിന്റെ അപ്പുറത്തേക്ക് ഒരു വാക്കോ ഒരു വരിയോ കൂട്ടിച്ചേർക്കേണ്ടതുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അതുകൊണ്ട് ചാനൽ മൈക്ക് കാണുമ്പോൾ വൈകാരികമായി അങ്ങനെ പ്രതികരിക്കാനോ അല്ലെങ്കിൽ നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് അങ്ങനെ പാർട്ടി പ്രവർത്തകന്മാർക്ക് വേദന ഉണ്ടാക്കുന്ന, പ്രയാസം ഉണ്ടാക്കുന്ന, പാർട്ടി നേതാക്കന്മാരെ ധിക്കരിക്കുന്ന ഒരു ഉത്തരം പറയാനോ ഏതെങ്കിലും ഫേസ്ബുക്ക് പോസ്റ്റ് കൊണ്ട് അതിനെ പിന്നെ എൻഡോസ് ചെയ്യാനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഫേസ്ബുക്ക് പോസ്റ്റ് കൊണ്ട് കൂടുതൽ ചേർത്ത് വെക്കാനോ ഒന്നും ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി അല്ല എന്നതുകൊണ്ട് കഴിഞ്ഞ 4.5 വർഷക്കാലവും നിങ്ങൾ ചോദിച്ച സമയത്ത് ഞാൻ പറഞ്ഞ ഉത്തരം ഒരു പുഞ്ചിരിയാണെങ്കിൽ ഇപ്പോഴും ഒരു പുഞ്ചിരി തന്നെയാണ് അതിന് മറുപടി. ശരി, ഈ പറയുന്ന ഫുൾ സ്റ്റോപ്പ് അദ്ദേഹം ഇട്ടത് MSFന്റെ നേതാക്കൾ തന്നെ അതൊരു ഫുൾ സ്റ്റോപ്പായി കണ്ടിരുന്നുവെങ്കിൽ ഇന്ന് ഈ ചോദ്യം നമുക്ക് ചോദിക്കേണ്ടി വരില്ലായിരുന്നു. ശരി, ഏതായാലും ആ ചിരി ഏതായാലും നവാസിന്റെ മുഖത്ത്. ശരി, നാളെ എവിടെ ഉണ്ടാവും? നാളെ ഇപ്പൊ മണ്ഡലത്തിലുണ്ടാവോ അതോ കുഞ്ഞാപ്പയുടെ അടുത്ത് പോവോ? തങ്ങൾ കുടുംബത്തിലുണ്ടാവോ? വോട്ടെണ്ണൽ എവിടെ നിന്നാ കാണുന്നേ? അല്ല, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം മണ്ഡലത്തിലുണ്ടാകും. ബഹുമാനപ്പെട്ട തങ്ങളെയും കുഞ്ഞാൽ സാഹിബിനെയും നാളെ തന്നെ കാണും. മണ്ഡലത്തിൽ അതിന്റെ ആഘോഷങ്ങൾ അതിന്റെ പാരമ്പര്യത്തിലുണ്ടാവും. നിങ്ങളെല്ലാവരും UDFന്റെ കൂടെ നാളെ ഉണ്ടാകണം എന്ന് പറയാറുണ്ട്. ശരി, ഏതായാലും എപ്പോഴും ചിരിച്ചു കാണുന്ന ഒരാളാണ് നവാസ്. നാളെയും ആ ചിരി വായാതെ മുഖത്തുണ്ടാവട്ടെ. എല്ലാ ആശംസകളും നവാസ്. നമുക്ക് നാളെ വീണ്ടും ഈ സമയത്ത് കാണാം. ഏതായാലും നവാസ് അവിടെ ലീഗിന്റെ പ്രോമിസിംഗ് ആയ ഒരു കാൻഡിഡേറ്റ് ആയിരുന്നു. താങ്ക് യു. എല്ലാ വിജയാശംസകളും, ഞങ്ങളുടെ എല്ലാ വിജയാശംസകളും.